ലോകത്തിന്റെ വിവിധ തുറമുഖങ്ങളിലേക്ക് അതിവേഗ ചരക്കെത്തിക്കാൻ കഴിയുന്ന കയറ്റുമതി കവാടം തുറന്നിരിക്കുകയാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. ദക്ഷിണേന്ത്യയുടെ തന്നെ വാണിജ്യ കവാടമായി മാറാൻ പോകുന്ന എക്സിം പ്രവർത്തനങ്ങളുടെ ഔപചാരിക ഉദ്ഘാടനം മുഖ്യമന്ത്രി വി.ഡി. സതീശനായിരുന്നു നിർവഹിച്ചത്. ഇതോടൊപ്പം കേരളത്തിലെ 2 വൻകിട തുറമുഖങ്ങളും 18 മിനി തുറമുഖങ്ങളും ബന്ധപ്പെടുത്തിയിട്ടുള്ള വികസന കുതിപ്പിന്റെ പുതിയ കാഴ്ചപ്പാടായ മിഷൻ സമുദ്രയ്ക്കും ഔദ്യോഗിക തുടക്കമായിട്ടുണ്ട്. കൂടാതെ യൂറോപ്പിലേക്കുള്ള വിഴിഞ്ഞത്തു നിന്നുള്ള ആദ്യ 2 കയറ്റുമതി കണ്ടെയ്നറുകൾ മുഖ്യമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്തു. വിഴിഞ്ഞം തുറമുഖത്ത് നിന്ന് കരമാർഗമുള്ള ചരക്കുനീക്കത്തിനാണ് ഇതോടെ തുടക്കമായിട്ടുള്ളത്. എന്നാൽ ചടങ്ങിൽ നിന്ന് വിട്ടുനിൽക്കുകയായിരുന്നു BJP നേതാക്കൾ. ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കേണ്ടിയിരുന്ന കേന്ദ്ര തുറമുഖ ഷിപ്പിംഗ് ജലഗതാഗത വകുപ്പ് മന്ത്രി സർബാനന്ദ് സോനോവാളും മേയർ VV രാജേഷും നേമം MLAയും BJP സംസ്ഥാന അധ്യക്ഷനുമായ രാജീവ് ചന്ദ്രശേഖറും ചടങ്ങിൽ പങ്കെടുത്തിരുന്നില്ല. ചടങ്ങ് ബഹിഷ്കരിക്കുന്നതിനുള്ള കാരണം BJP നേതൃത്വം ഔദ്യോഗികമായി വ്യക്തമാക്കിയിട്ടില്ലെങ്കിലും സ്വാതന്ത്ര്യദിനാഘോഷവുമായി ബന്ധപ്പെട്ട വന്ദേ മാതര വിവാദമാണ് ചടങ്ങിൽ നിന്ന് BJP നേതാക്കൾ വിട്ടുനിൽക്കാൻ കാരണമെന്നാണ് വിലയിരുത്തുന്നത്. സർബാനന്ദ് സോനോവാൾ ചടങ്ങിൽ പങ്കെടുക്കില്ല എന്ന് അറിയിച്ചുവെങ്കിലും വരാതിരിക്കാനുള്ള കാരണം സംസ്ഥാന സർക്കാരിനെ അറിയിച്ചിട്ടില്ല എന്നാണ് വിവരം. ബംഗളൂരുവിൽ വ്യക്തിപരമായ ചടങ്ങ് നടക്കുന്നതിനാലാണ് പരിപാടിയിൽ പങ്കെടുക്കാത്തത് എന്നാണ് രാജീവ് ചന്ദ്രശേഖർ MLAയുടെയും ഓഫീസ് അറിയിച്ചത്. കൂടാതെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും ജില്ലയിലെ LDF MLAമാരും ചടങ്ങിൽ പങ്കെടുത്തിരുന്നില്ല. അതേസമയം കഴിഞ്ഞ 10 വർഷം വിഴിഞ്ഞത്തിന്റെ വികസന സാധ്യതകൾ നമുക്ക് പ്രയോജനപ്പെടുത്താനായില്ലെന്നും മറ്റും വിമർശനങ്ങളുമായിരുന്നു മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ചടങ്ങിൽ ഉയർത്തിയത്. വിഴിഞ്ഞം തുറമുഖത്തെ റെയിൽവേ റോഡ് ബന്ധം മുൻ സർക്കാരിന് സ്ഥാപിക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ ഇന്ന് ഈ തുറമുഖത്തിന് കിട്ടുന്ന നേട്ടത്തിന്റെ 100 ഇരട്ടി നേട്ടം നമുക്കുണ്ടാക്കാൻ കഴിയുമായിരുന്നു. നമ്മൾ വൈകിപ്പോയി, പക്ഷേ ഒരുപാട് വൈകിയില്ല. ഇതാണ് നമ്മുടെ പ്രവർത്തനം ആരംഭിക്കാനുള്ള ശരിയായ സമയം. ഈ സർക്കാർ വന്ന് 100 ദിവസം തികയുന്നതിന് മുമ്പ് തന്നെ വിഴിഞ്ഞം റിംഗ് റോഡിന് 3200 കോടി രൂപ നൽകാനുള്ള തീരുമാനമെടുത്തു. നേരത്തെയാണ് ഈ തീരുമാനമെടുത്തിരുന്നുവെങ്കിൽ 1600 കോടി രൂപ മതിയായിരുന്നുവെന്നും മുഖ്യമന്ത്രി വിമർശിച്ചു. അതിനോടൊപ്പം തന്നെ ഭാവിയിൽ വിഴിഞ്ഞം തുറമുഖത്ത് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും മുഖ്യമന്ത്രി വിശദീകരിച്ചിരുന്നു. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്റ്റേർഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.